സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നവരുടെ നീണ്ട നിര അനന്തമായി തന്നെ തുടരുന്നു. ഇന്ന് അല്പം മോശം കാലാവസ്ഥയാണ്, എന്നിട്ട് പോലും ആയിരങ്ങളാണ് ഓരോ മണിക്കൂറിലും എത്തിച്ചേരുന്നത്. ഈ അവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇന്ന് അവസാനിപ്പിക്കാനിരുന്ന പൊതുദർശന കാര്യപരിപാടികൾ നിശ്ചയിച്ചിരുന്ന 7 മണി എന്ന സമയം, വൈകിട്ട് 7 മണി എന്ന സമയം വിട്ടുപോകുമോ എന്ന ആശങ്കയിലാണ് വത്തിക്കാൻ അധികൃതർ. നാളെ രാവിലെ നടക്കാനിരിക്കുന്ന അന്ത്യകർമ്മ ശുശ്രൂഷ പരിപാടികളിൽ ഏകദേശം 150-ൽ പരം രാഷ്ട്രീയ നേതാക്കളെയാണ് വത്തിക്കാൻ പ്രതീക്ഷിക്കുന്നത്. നാളെ രാവിലെ 10 മണിയോടുകൂടി ആരംഭിക്കുന്ന ഖബറടക്ക ശുശ്രൂഷ ചടങ്ങിന് ശേഷം ഒരു വിലാപയാത്രയായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സാന്താ മരിയ മജോറെ ബസിലിക്കയിലേക്ക് കൊണ്ടുപോകുന്നത്. റോഡ് മാർഗമായിരിക്കും ഈ വിലാപയാത്ര നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ ആരംഭിച്ചിരിക്കുന്നു. നാളെ രാവിലെ പോകേണ്ട വഴികളും അതുപോലെ തന്നെ പോകേണ്ട വേഗതയും വളരെ കൃത്യമായി തന്നെ വത്തിക്കാൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സാന്താ മരിയ മജോറെ ബസിലിക്കയിൽ എത്തുന്ന വിലാപയാത്ര വളരെ ഹാർദവമായ സ്വീകരണമായിരിക്കും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് അവിടെ നൽകപ്പെടുക. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട തടവുകാരും കുറ്റക്കാരും ഭവനരഹിതരും കുടിയേറ്റക്കാരും പാവപ്പെട്ടവരും അതുപോലെ ലിബിയയിലെ തടങ്കൽ പാളയത്തിൽ പീഡ അനുഭവിച്ചിരുന്നവരും അവിടുന്ന് രക്ഷപ്പെട്ടവരും അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ള റോസാപ്പൂക്കളേന്തിയായിരിക്കും അവർ അദ്ദേഹത്തെ സ്വീകരിക്കുക. അതിനുശേഷം മരിയ മജോറെ ബസിലിക്കയ്ക്കുള്ളിൽ നടക്കുന്ന ഖബറടക്ക ശുശ്രൂഷ പരിപാടികൾ വളരെ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കും. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കെ ഖബറടക്കുന്നതിനുള്ള മാർബിൾ ഫലകങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പൂർവികർ താമസിച്ചിരുന്ന ലിഗൂറിയ എന്ന നാട്ടിൽ നിന്നാണ്. ഈ മാർബിൾ ഫലകത്തിൽ ഫ്രാൻസിസ്കോ എന്ന പേര് മാത്രമായിരിക്കും കൊത്തിവെക്കുക. ഒപ്പം അദ്ദേഹം 12 വർഷമായി നെഞ്ചോടടുക്കി പിടിച്ചിരിക്കുന്ന വെള്ളി നിറത്തിലുള്ള പെട്രൽ കുരിശിന്റെ ചിത്രവും ഉണ്ടായിരിക്കും. റോമിൽ നിന്നും ഗുഡ്നസ് ടിവിക്ക് വേണ്ടി രശ്മി ജോമോൻ.